എങ്ങനെ സംഭവിച്ചു എന്തോന്ന് നമുക്കറിയാൻ വയ്യ. അതിനാണ് കണ്ട ക്യാപ്പോ ലൈനോ ആയിട്ടൊക്കെ പോയെന്ന് പറയുന്നിട്ട് ഇത് കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഭാഗത്തൊക്കെ ഇതൊക്കെ അവർക്ക് ഗവനിക്കേണ്ടേ എൻ്റെ സാറ്? ഇതെല്ലാം അവർ ഗവനിക്കേണ്ടേ? കുഞ്ഞുങ്ങൾ കളിക്കുകയും എടുക്കുകയും ചാടിയും ഓടിയൊക്കെ ചെയ്യുന്ന സ്കൂളുകളുണ്ട്. അപ്പോൾ ഈ ലൈൻ എങ്ങനെയുണ്ട്, ഈ ക്യാപ്പ് എങ്ങനെയുണ്ട്, എന്തുവാന്നൊരു വീടോ അറിയാൻ വയ്യ. അങ്ങനെ സംഭവിച്ചത് എന്തുവാന്നൊരു പിടിയും നമുക്കറിയത്തില്ല. ചേട്ടൻ്റെ ദുഃഖത്തിൽ കൃത്യമായി പങ്കുചേർന്ന് കളരിയോടുകൂടി സ്കൂളിൽ പോയതാണ്. രാവിലെ എൻ്റെ വീട്ടിൽ 1-ാം തീയതി ഇരിക്കേണ്ടി ഇന്ന് സമയം പോകുമ്പോൾ എൻ്റെ കുഞ്ഞങ്ങ് പോയതാ. രാവിലെ ട്യൂഷൻ കഴിഞ്ഞിട്ട് പിന്നെ ബസ്സിൽ കയറി പോകുന്നത്. അങ്ങനെ പോയപ്പോൾ ഇപ്പം ഞങ്ങൾ അറിയുന്നില്ല ഈ ഒരു സംഭവം. 11 മണിയോടുകൂടിയാണ് ഞാൻ ആ ശാസ്താംകോട്ട ആശുപത്രിയിലേക്ക് എത്തിയത്. ആ സമയത്താണ് കുഞ്ഞിൻ്റെ വലിയച്ഛനായിട്ടുള്ള വ്യക്തിയോട് സംസാരിക്കുന്നത്. എനിക്ക് ആ വ്യക്തിയോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാനോ ഒന്നും സാധിക്കാത്ത അവസ്ഥയായിരുന്നു. മനസ്സ് നുറുങ്ങുന്ന ഒരു വേദനയോടുകൂടിയാണ് ഞാൻ ആ വ്യക്തിയോട് സംസാരിച്ചത്. അപ്പോഴൊക്കെ തന്നെ അദ്ദേഹം പറയുന്നത് ഇന്ന് രാവിലെ 1-ാം തീയതിയാണ്, കർക്കിടക 1-ാം തീയതിയാണ്. രാവിലെ ഞങ്ങളുടെ വീട്ടിലെത്തി, സ്കൂളിൽ പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞ് പോയതാണ്. വീട്ടിൽ നിന്ന് ഒരു ചായ പോലും കുടിക്കാൻ പറഞ്ഞിട്ട് അതുപോലും കുടിക്കാതെ അവൻ ഓടിപ്പോയതാണ്. ഇങ്ങനെ ഒരു മരണത്തിലേക്കാണല്ലോ പോകുന്നതെന്ന് കരുതിയിരുന്നില്ല എന്ന് കണ്ണ് നിറഞ്ഞ് പറയുകയാണ്. അത് ആരുടെ അനാസ്ഥയാണ്? ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് നഷ്ടമായത്. അപ്പോൾ കുഞ്ഞിൻ്റെ അമ്മ തുർക്കിയിലാണ്, വീട്ടുജോലിക്ക് വേണ്ടി പോയതാണ്. വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടാണല്ലോ ഈ 2 കുഞ്ഞുങ്ങളെയും തനിച്ചാക്കിയിട്ട് അവർ വീട്ടുജോലിക്ക് വേണ്ടി മറ്റൊരു രാജ്യത്ത് പോവുക എന്ന് പറയുമ്പോൾ വളരെ കൂലിപ്പണിയാണ്. മറ്റൊരു അനിയൻ കൂടിയുണ്ട്. നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിച്ച അല്ലെങ്കിൽ ജീവിച്ച ഒരു കുടുംബമാണ്. ആ കുടുംബത്തിലെ പ്രധാനപ്പെട്ട ഒരു കുഞ്ഞിൻ്റെ ഒരു മരണമാണ് ഇത്തരത്തിലുള്ള ഒരു അനാസ്ഥ മൂലം ഉണ്ടായത്. ആ ആശുപത്രിയിൽ നിൽക്കുന്ന സമയത്തും പലപ്പോഴും ഈ മാനേജ്മെൻറ്റിൻ്റെ ആൾക്കാർ ഇത് തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കുറ്റം മൂലമല്ല, ഇത് വൈദ്യുതി ലൈൻ ദൂരെയാണുള്ളത് എന്ന് നമ്മളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമം. അവർ കരുതി കാണും ചിലപ്പോൾ നമ്മൾ ഇവിടേക്ക് എത്തില്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണ വിദ്യാധാരണ കൊണ്ടായിരിക്കാം അവരങ്ങനെയൊക്കെ കള്ളം പറയാൻ ശ്രമിച്ചത്. പക്ഷേ ഒരു കുഞ്ഞിൻ്റെ മൃതദേഹം മോർച്ചറിൽ കിടക്കുമ്പോൾ അതിന് ഏതാണ്ട് ഒരു 5-6 അടി ദൂരെ നിന്നിട്ടാണ് ഇത്തരത്തിലുള്ള കള്ളം പറഞ്ഞെന്നുള്ള കാര്യം കൂടിയാണ് നമുക്ക് കാണേണ്ടത്. തൊട്ട് സമീപത്ത് ഈ സൈക്കിൾ ഷെഡിന് തൊട്ട് മുകളിൽ കൂടിയാണ് ആ വൈദ്യുതി ലൈൻ കടന്നു പോകുന്നത്. അങ്ങനെയാണ് കടന്നു പോയത്. അത് മാറ്റാൻ KSB പറഞ്ഞിരുന്നു. ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥയാണ് എന്ന് അവർ സമ്മതിച്ചിരുന്നെങ്കിൽ, അങ്ങനെ ഒരു വിശദീകരണം നൽകിയിരുന്നെങ്കിൽ ആ കുഞ്ഞിൻ്റെ ജീവനോട് ചെയ്യുന്ന ഒരു നീതി, മരണപ്പെട്ട കുഞ്ഞിനോട് ചെയ്യുന്ന ഒരു നീതിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അതൊന്നും ചെയ്യാതെ തങ്ങളുടെ ഭാഗം ന്യായീകരിക്കാൻ എവിടെ നിന്നോ ലഭിച്ച ക്യാപ്സ്യൂളുകൾ നമ്മുടെ മുന്നിൽ നിന്ന് ലൈവിൽ വന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഞങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, ആ വൈദ്യുതി ലൈൻ സമീപത്തു കൂടിയല്ല പോകുന്നത്, വൈദ്യുതി ലൈൻ ഏതോ അകലെയാണ്, ഏതോ ഒരു വീട്ടിലെ വൈദ്യുതി ലൈനാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമൊക്കെ തന്നെ ഈ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി.